പണ്ടുള്ള കാർന്നോമാര് പറയുന്ന ഒരു വാക്കുണ്ട്, അണയാൻ പോകുന്ന തീ നന്നായി തന്നെ ആളിക്കത്തുമെന്ന്. അതുപോലെയാണ് ഈ കിളവന്റെ കാര്യവും. ചാവാറാകും തോറും നാവിന്റെ ശക്തി കൂടി നാവിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നു. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഇയാളുടെ പടമാണെന്നറിഞ്ഞാൽ കാത്തിരുന്ന് കാണുമായിരുന്നു. അപ്പോഴൊന്നും അറിഞ്ഞില്ല ഇയാള് ഇത്രയും ദുർഗന്ധം വമിക്കുന്ന നാവിന് ഉടമയാണ് എന്നുള്ള കാര്യം. ഏതായാലും ചാവാറാവുന്ന സമയത്തെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ വിഷപ്പാമ്പിനെ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇയാൾക്ക് ഇപ്പോൾ സിനിമയില്ല, കിളവനായി. ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും ഇയാളെക്കുറിച്ച് സംസാരിക്കുന്നു പോലുമില്ല. ഇയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ആളുകളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു തുടങ്ങി. അത് ഇയാളുടെ മനസ്സിന്റെ താളം തെറ്റിച്ചു. അങ്ങനെ ആളുകളുടെ ഇടയിൽ വീണ്ടും ഫേമസ് ആവണം എന്ന് തീരുമാനിച്ചു. അതിനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ ഈ ചെറ്റയ്ക്ക് അതിനുള്ള മാർഗം കിട്ടി. ഇപ്പോൾ ആളുകളുടെ ഇടയിൽ ഫേമസ് ആവണമെങ്കിൽ, വൈറൽ ആവണമെങ്കിൽ അത് മുസ്ലിം സമുദായത്തിനെ തന്നെ തൊട്ട് കളിക്കണം എന്ന് മനസ്സിലാക്കിയ ഇവൻ മുസ്ലിം സമുദായത്തിനെതിരെ ഒരു വിവാദവുമായി വരികയും അവൻ ഫേമസ് ആവുകയും ചെയ്തു. ഇവന് ഇതേ വിഷയത്തിൽ തന്നെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഇവൻ ഇതേ വിഷയത്തിൽ വിവാദവുമായി വന്നതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തത്. എടാ മരക്കഴുത വിജിത് തമ്പി, ഇപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് തടയാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് കാശ് കൊടുത്ത് ആളെ കൂട്ടാൻ നിൽക്കുന്നത്. ഫേമസ് ആവാൻ ശ്രമിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിന് വിവരമില്ലായ്മയും വിവരക്കേടും ഒരുമിച്ച് ഉപയോഗിക്കരുത്. പണി പാളിപ്പോവും. 100 കോടി ഒന്നും വേണ്ട, വെറും 1 കോടി രൂപ തരും എന്ന് പറഞ്ഞാൽ നീയും നിന്റെ കുടുംബവും നിന്റെ മതത്തിനെ വിറ്റ് നീ ഇതിലേക്ക് വരും. കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബക്കാരെ പോലും വിൽക്കാൻ യാതൊരുവിധ നാണവും മാനവും ഉളുപ്പുമില്ലാത്തവരുമാണ് ഇതുപോലുള്ള വിവാദ പ്രസ്താവനയുമായി രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് പൊന്നുമോനെ, ഇസ്ലാം മതം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് ആളെ കൂട്ടാൻ മാത്രം അത്രയ്ക്കും ദാരിദ്ര്യം പിടിച്ച മതവുമല്ല, കൊടുക്കാനായിട്ട് കാശുമില്ല. നീയൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ എന്തെല്ലാം തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞാലും അതെല്ലാം വിശ്വസിക്കുകയും കേൾക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുമെന്ന് നിന്നെപ്പോലുള്ള നായ്ക്കാട്ടങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിന്റെയൊക്കെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഈ കുരച്ചിലുണ്ടല്ലോ, അത് തെരുവിൽ ഭക്ഷണം കിട്ടാതെ കുരയ്ക്കുന്ന തെരുവ് നായ്ക്കളായിട്ട് ഞങ്ങളൊക്കെ കാണുകയുള്ളൂ. അതുകൊണ്ട് വയസ്സാം കാലത്ത് നാമം ജപിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് വിഷം ഛർദ്ദിച്ച് ആയുസ് തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഛർദ്ദിച്ചോ. എന്തായാലും അധിക നാളൊന്നും ഉണ്ടാവില്ലല്ലോ, ഉടനെ തന്നെ തീരുമാനമാവില്ലേ. ഏതായാലും നീയൊക്കെ ചത്ത് മണ്ണോട് ചേർന്നാൽ പോലും ഒരു മനുഷ്യൻ പോലും നിന്നെയൊന്നും കുറിച്ച് നല്ലത് പറയില്ല. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഒരു സമുദായത്തെ ഒരു കാര്യവുമില്ലാതെ വിമർശിച്ചാൽ ആരും ചോദിക്കാനും മിണ്ടാനും സംസാരിക്കാനും പ്രതികരിക്കാനും വരില്ല എന്ന്. മോനെ വിജിത് തമ്പി എന്ന പഞ്ചവർണ്ണ പുന്നാര മോനെ, മുസ്ലിങ്ങളുടെ ക്ഷമ ഒരു പരാജയമായിട്ട് നീയൊന്നും കാണരുത്. നിങ്ങളെപ്പോലെ മറ്റുള്ളവരുടെ തീട്ടം തിന്ന് ജീവിക്കുന്നവരല്ല ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന വായ കൊണ്ട് തീട്ടം തൂറിയെറിയാൻ ഞങ്ങൾക്കറിയില്ല. നിനക്കൊക്കെ ജന്മം തന്നുപോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ആ പാവം മാതാപിതാക്കൾ ചെയ്തിട്ടുള്ളൂ. അത് തെറ്റായിപ്പോയി എന്ന് ആലോചിച്ച് ഇപ്പോൾ അവർ ഖേദിക്കുന്നുണ്ടാവും. ജന്മം കൊടുത്ത് പോറ്റി വളർത്തിയ സ്വന്തം മാതാപിതാക്കളെ പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വിഷജന്തു. നീയൊക്കെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മരണം കൊണ്ട് പോലും ഒരു നല്ല ഹിന്ദു ആവില്ല. ഹിന്ദു നാമധാരി മാത്രമായിരിക്കും. നല്ലവരായ ഹിന്ദു സഹോദരങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ജന്മമെടുത്ത മനുഷ്യരൂപമുള്ള ഒരു അപൂർവ ജീവിയാണ്. വയസ്സാം കാലത്ത് ഓരോ ഉടായ്പുമായിട്ട് ഇറങ്ങിക്കോളും. 100 കോടി 200 കോടി എന്നും പറഞ്ഞ് ഒരു ഉളിപ്പുമില്ലാത്ത വർഗം. തീട്ടം തൂറുന്ന ഈ വായ കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നത്? മ്ലേച്ഛം.